വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സിലെ ഒരുപാട് നമ്മുടെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു ഏരിയയാണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളതും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. അതായത് ആദ്യം എന്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഒബ്സ്ട്രക്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് മെസ്സേജ് സെൻഡ് ബൈ ദ സെൻഡർ ഡസ് നോട്ട് മാച്ച് ദ റിസീവർ അല്ലേ, ഇൻ ദ സെയിം മാനർ ആസ് എക്സ്പെക്റ്റഡ് ബൈ ദ സെൻഡർ. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ആ ഒരു സെയിം സെൻസിൽ തന്നെ നിങ്ങൾ അത് എടുത്തിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ബാരിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റൂലേ. അതായത് ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ടെൻഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ സെൻസിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയൂല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ ബാരിയേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ആണ് ബാരിയേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇതിൽ ഒന്നാമതായി വരുന്നത് സെമാൻറ്റിക് ബാരിയർ ആണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ദെൻ ഫൈനലി പേഴ്സണൽ ബാരിയേഴ്സ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് സെമാൻറ്റിക് ബാരിയേഴ്സ് ആണ്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മുടെ ഗ്രാമാറ്റിക്കലായിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ, ഗ്രാമർ മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലേ, സെയിം വേർഡ്സ് ഡിഫറെൻറ്റ് മീനിങ് ഒക്കെ ഉണ്ടാവും. സെയിം വേർഡ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ഒക്കെ വിത്ത് ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും ചില വേർഡ്സിന്, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. സംടൈംസ് സെയിം വേർഡ്സ് ആൻഡ് സിമ്പിൾസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ സെയിം കാര്യങ്ങൾ പറയുന്നത്, സെയിം വേർഡ്സ് യൂസ് ചെയ്യണത് ഡിഫറെൻ്റ് ആളുകളാകുമ്പോൾ ആളുകൾ ഡിഫറെൻ്റ് രീതിയിലാണ് ഇതിനെ കാണുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് വേർഡ്സ് റൈറ്റ് അല്ലേ, റൈറ്റ് RIGHT എന്നുള്ള റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എഴുതുക എന്നുള്ള റൈറ്റ് ഉണ്ട് അല്ലേ, WRIT എന്നുള്ളതും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓറൽ കമ്മ്യൂണിക്കേഷനിലാണ് ഇത്തരത്തിൽ കൂടുതൽ മിസ്റ്റേക്ക് വരിക എന്നുള്ളതാണ്. അത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് റൈറ്റ് ശരി എന്നുള്ള റൈറ്റ് ആയിരിക്കും, ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് എഴുതുക എന്നുള്ള റൈറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വേർഡ്സ് നോക്കാം. പ്രൈസ് അല്ലേ, പ്രൈസ് എന്നുള്ളത് വില എന്നൊരു പ്രൈസും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് അല്ലേ, സമ്മാനം എന്നുള്ളൊരു ഗിഫ്റ്റ്, ആ രീതിയിലുള്ളൊരു പ്രൈസും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പ്രൈസ് എന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് ഡിഫറെൻ്റ് ആളുകൾ ഡിഫറെൻ്റ് രീതിയിലാണ് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ബാരിയറിനെയാണ് നമ്മൾ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി സെമാൻറ്റിക് ബാരിയേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അതായത് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്നുള്ളതാണ്. അതായത് ഒരാൾ പറയേണ്ട കാര്യം കൃത്യമായി ആൾക്ക് പറയാൻ പറ്റാതിരിക്കുക. മീൻസ് ഇപ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ആൾ മറന്നു പോവുക അല്ലേ. പറയേണ്ട പ്രധാനപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അയാൾ പറയാൻ മറന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ മിസ്റ്റേക്ക് സംഭവിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്. ഇപ്പോൾ സിമ്പിൾസ് ആയിക്കോട്ടെ, വേർഡ്സ് ആയിക്കോട്ടെ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, സെയിം സിമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡിഫറെൻ്റ് ആളുകൾ അതിനെ ഡിഫറെൻ്റ് രീതിയിലായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഡിഫറെൻ്റ് രീതിയിലായിരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഫോൾട്ടി ട്രാൻസ്ലേഷൻ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യം ഉണ്ടാവില്ലേ. ചില ആളുകളൊക്കെ ചില പ്രോഗ്രാംസിലൊക്കെ ഇംഗ്ലീഷ് സ്പീച്ച് അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള സ്പീച്ചുകൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ
ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി അത്രയും പ്രൊഫഷൻ്റ് ആയിട്ടുള്ള ഒരാളല്ലെങ്കിൽ, ആൾക്ക് അതിന് കഴിവില്ലെങ്കിൽ, പ്രാപ്തനല്ലെങ്കിൽ എന്താവും, അവിടെ ഫോൾട്ട് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് നടക്കൂലേ, തെറ്റായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ആരും അറിവില്ലായ്മ കൊണ്ട്. അപ്പോൾ അതൊരു ഒരു സെമാൻറ്റിക് ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അൺക്ലാരിഫൈഡ് അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. ഈ പറയുന്ന ആൾ എന്താണ് അതിൻ്റെ അസംഷൻ എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണത്താൽ തന്നെ മറ്റുള്ള ഇത് കേൾക്കുന്ന ആളുകൾ പല രീതിയിൽ അതിനെ അസ്യൂം ചെയ്യുക, പല അസംഷൻസ് അതിന് കൊടുക്കുക, പല രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ടെക്നിക്കൽ ജാർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യില്ല നമ്മൾ. ഇപ്പോൾ ദാറ്റ് ഈസ് എന്നുള്ളതിന് IE എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതിന് ASAP അല്ലേ, ASAP എന്നുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ടെക്നിക്കലി യൂസ് ചെയ്യുന്ന മറ്റ് വേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് സെൻറ്റർ ഇതിൽ എത്രത്തോളം വലിയ പ്രാവീണ്യമുള്ള ഒരാളാണ് ഈ വേർഡ്സ് ഇങ്ങനെ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നതിൽ. അതുകൊണ്ട് ആ സെൻറ്റർ ഒരുപാട് ഈ രീതിയിലുള്ള ടെക്നിക്കൽ വേർഡ്സ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാണ്. പക്ഷേ റിസീവറോ ആൾ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക, അവിടെ എഫക്റ്റീവായി കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, ആൾക്കത് റിസീവർക്ക് അത് ഡീകോഡ് ചെയ്യാൻ പറ്റാതായി പോകില്ല, മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ബോഡി ലാംഗ്വേജ് ആൻഡ് ഗെസ്റ്റർ ഡിക്കോഡിങ്. ബോഡി ലാംഗ്വേജ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ സന്തോഷം ഉള്ളതുപോലെ നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമുക്കവിടെ എത്രത്തോളം സന്തോഷം ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ ഭയങ്കര സാഡായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ടു നിൽക്കുന്ന ഒരാൾക്ക്, അതായത് റിസീവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, സെമാൻറ്റിക് ബാരിയേഴ്സ്. ദെൻ നമുക്ക് അടുത്തൊരു ബാരിയർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്നുള്ളതാണ്. എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്? ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അതായത് ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താണ്? ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആക്ട് ആസ് എ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ. ആരതാണ്? ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിഫ്ലക്ട്സ് ഇൻ ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സംസാരിക്കുന്ന ആളും ആ സംസാരം കേൾക്കുന്ന ആളും മൈൻഡും എന്തായിരിക്കണം, ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. ഇപ്പോൾ ചില സമയത്ത് അല്ല ദേഷ്യപ്പെട്ടുള്ള ആളുകൾ സംസാരിക്കുന്നതും ചില രീതിയിലായിരിക്കും അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം, ഒരാൾ നല്ല ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയമാണ്, അയാൾ മാനസികാവസ്ഥ വളരെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമാണ്, താളം തെറ്റി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയിട്ട് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇല്ല. കാരണം ആളൊരു മൈൻഡ്, ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവില്ല. അയാൾ വേറെന്തോ കാര്യത്തിൽ ബിസിയാണ് അല്ലെങ്കിൽ വേറെന്തോ കാര്യത്തിൽ ടെൻഷനാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഇമോഷണൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 4 ടൈപ്പ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രിമച്വർ ഇവാലുവേഷൻ. പ്രിമച്വർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, ഞാനത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിന് ഇവാലുവേറ്റ് ചെയ്യുക, അതിനൊരു അസംഷൻ ഉണ്ടാക്കുക. മീൻസ് ഞാനൊരു കാര്യം പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവനല്ലേ ഈ കാര്യം പറയുന്നത്, ഇവൻ ഇതായിരിക്കും പറയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു അസംഷൻ എടുക്കുക, മുൻകൂട്ടി ഒരു ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ് പ്രിമച്വർ ഇവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ലാക്ക് ഓഫ് അറ്റൻഷൻ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വേറെന്തോ വർക്കിലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ആ സമയത്ത് മറ്റൊരാൾ വന്നിട്ട് വേറെന്തോ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ വേറെ പുറത്തുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ എന്തിലായിരിക്കും, നിങ്ങൾ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് എന്തിലായിരിക്കും, പഠനത്തിലായിരിക്കും. ഓട്ടോമാറ്റിക്കലി ആ ഒരു ആൾ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലാക്ക് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നതും എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്, ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റിട്ടൻഷൻ. ഈ ലോസ് ബൈ ട്രാൻസ്മിഷൻ സാധാരണ നടക്കുന്നത് ചില ഓർഗനൈസേഷൻ സെറ്റപ്പിലൊക്കെ ആയിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ ഓർഗനൈസേഷനിൽ നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ റിട്ടേണിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളോട് പറഞ്ഞിട്ട് അടുത്ത ആൾ അങ്ങനെ അടുത്ത ആളോട് പറഞ്ഞു പോകുന്നൊരു സാഹചര്യം ആകുമ്പോൾ ഇവർ ഓർത്ത് വെക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. പുവർ റിട്ടൻഷനിലെ ആളുകളുണ്ടാവും അല്ലേ. ചില ആളുകൾക്ക് കൂടുതലൊന്നും കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു കാര്യം ഒരാൾക്ക് അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആളത് ശ്രദ്ധിക്കും, ഓർത്ത് വെക്കുകയും ചെയ്യും. അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആളത് ശ്രദ്ധിക്കൂല അല്ലെങ്കിൽ ഓർത്ത് വെക്കൂല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുവർ റിട്ടൻഷൻ കാരണത്താൽ എന്താവും, ഈ
ട്രാൻസ്മിഷൻ്റെ ഇടയിൽ അത് ലോസ് ആയി പോകും, നഷ്ടപ്പെട്ടു പോകും. 4-ാമതോ 5-ാമതോ ആളിലേക്ക് ചിലപ്പോൾ എത്തുമ്പോൾ ഫുള്ള് പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് അവിടേക്ക് എത്തുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതും ഒരു ബാരിയർ ആണെന്നുള്ളതാണ്. ദെൻ ഡിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സബോർഡിനേറ്റിന് എന്തില്ല, നമ്മുടെ സുപ്പീരിയറിന് സബോർഡിനേറ്റിൻ്റെ കീഴിലുള്ള എംപ്ലോയിയിൽ ഒരു വിശ്വാസമില്ല, ഒരു ട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ആ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റോട് കാര്യങ്ങൾ സംസാരിക്കൂല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല, ധൈര്യം കാണിക്കൂല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതും ഒരു ഡിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് എന്നുള്ളതാണ്, ഒരു സൈക്കോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണെന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ബാരിയർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഓർഗനൈസേഷൻ ബാരിയർ ആണ്. ആ ഒരു നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഉണ്ടാവുന്ന അവിടെ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണത്താൽ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിംപ്ലി എന്താണ് ഓർഗനൈസേഷൻ ബാരിയർ എന്ന് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ അതോറിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്, റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ റെഗുലേഷൻസ്. ഈ കാര്യങ്ങളൊക്കെ എന്താവും, ചില സമയത്ത് എന്താവും, ഒരു കമ്മ്യൂണിക്കേഷന് ബാരിയർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പോളിസി അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷന്, അതായത് ഒരു സബോർഡിനേറ്റിന് തൻ്റെ സുപ്പീരിയറിനോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ ഒരു പോളിസി നമ്മൾ ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു പ്രശ്നമാണല്ലേ, അവിടെ കമ്മ്യൂണിക്കേഷന് പ്രശ്നം വരും. അപ്പോൾ അതൊക്കെയാണ് ഓർഗനൈസേഷൻ ബാരിയേഴ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഓർഗനൈസേഷണൽ പോളിസി നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് ഒരു ഓർഗനൈസേഷൻ പോളിസി എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അവിടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് അല്ലാതെ നമ്മുടെ കൊളീഗ്സിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ പറ്റൂല, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ സുപ്പീരിയറിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പോളിസിയാണ് അവിടെ ഉള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ, അത് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കൂല അല്ലേ, അതിനൊരു തടസ്സമായിട്ട് അത് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇത് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് എതിരാണെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതും ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സ്റ്റാറ്റസ്. അതായത് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സുപ്പീരിയറിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് പ്രകാരം ആൾ ചിന്തിക്കുകയാണ്, ഞാൻ കുറച്ച് ഹൈ സ്റ്റാറ്റസ് ഉള്ള ആളല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരു ഹൈ പൊസിഷനിലുള്ള ആളല്ലേ, ഞാൻ എന്തിനും എൻ്റെ സബോർഡിനേറ്റിനോട് ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തിനും എൻ്റെ സബോർഡിനേറ്റ് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കേണ്ടതുണ്ട്, അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് ആ ഒരു സ്റ്റാറ്റസ് കാരണത്താൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഓക്കെ, ആ സ്റ്റാറ്റസ് കാരണത്താൽ ആ ഒരു സുപ്പീരിയർ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്നതും ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ചില ഓർഗനൈസേഷൻസൊക്കെ അത്യാവശ്യം ബിഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, ഓക്കെ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഒരുപക്ഷെ വളരെ കോംപ്ലക്സ് ആയിരിക്കും അല്ലേ, അത് കമ്മ്യൂണിക്കേഷൻ എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം കുറവായിരിക്കും. മീൻസ് കോംപ്ലക്സ് സ്ട്രക്ചർ ആകുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വി ഹാവ് അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ട്. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സണൽ ബാരിയേഴ്സ് ആണ് അല്ലേ. എന്താണ് പേഴ്സണൽ ബാരിയേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ് അല്ലേ. അതായത് പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ അല്ലേ. അതായത് ഒരു സെൻഡറുടെ അല്ലെങ്കിൽ ഒരു റിസീവറുടെ ഒക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയർ ആയിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി. അതായത് അതോറിറ്റിയെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നേരിടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്കൊരു ഫിയർ ഉണ്ടാവുക, നമുക്കൊരു ഭയം ഉണ്ടാവുക. അങ്ങനെ ഒരു ഭയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഒതുക്കി വെക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതും ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ് സബോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഒരു സെൻറ്റൻസ് തന്നെ അത് മനസ്സിലാക്കും. അതായത് ഒരു സുപ്പീരിയറിന്, ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർക്ക് തൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റിനോട് വിശ്വാസം അല്ലെങ്കിൽ അല്ലേ, ആളായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല, ആളെ കാര്യത്തിൽ ആളോടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ധൈര്യം ഇല്ല അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലേ. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ആ ഒരു സുപ്പീരിയർ എന്ത് ചെയ്യും, എൻ്റെ സബോർഡിനേറ്റോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീക്കാവോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തിച്ചിട്ട് ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണത്താൽ ആ കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും ഒരു ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. ചില സമയത്ത് ചില ആളുകൾ അല്ലെങ്കിൽ ചില എംപ്ലോയീസ് അല്ലെങ്കിൽ ചില മാനേജേഴ്സ്, ചില സുപ്പീരിയേഴ്സ് ഇവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടി കാണിക്കും. മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കൂല. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, അൺവില്ലിങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യവും എന്താണ്, ഒരു ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ്സ്. പ്രോപ്പറായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കാത്തതും എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ബിയോണ്ടായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും എത്തിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടും അതിന് പ്രത്യേകിച്ച് ഒരു ഇൻസെൻറ്റീവോ കാര്യങ്ങളോ ഇല്ല, പ്രത്യേകിച്ച് അതിനൊരു അപ്രീസിയേഷൻ ഇല്ല, പ്രത്യേകിച്ച് അതിനൊരു മോട്ടിവേഷൻ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അതും എന്തായിരിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയർ ആയിരിക്കും. കാരണം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നീട് ആൾക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ് എന്നുള്ളതും എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 4 കാര്യങ്ങളാണ്. മീൻസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ആയിട്ടുള്ള 4 ബാരിയേഴ്സാണ്, മെയിൻ ആയിട്ടുള്ള 4 ബാരിയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് സെമാൻറ്റിക് ബാരിയർ ആണ്, അതെന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ വി ഹാവ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു, ഒരാളുടെ ഇമോഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സൊക്കെ കാരണം റിഫ്ലക്റ്റ് ചെയ്യുന്ന ബാരിയേഴ്സാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ വരുന്ന അവിടുത്തെ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ കാരണത്താൽ ഉണ്ടാവുന്ന ബാരിയേഴ്സാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ പേഴ്സണൽ ബാരിയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് പേഴ്സണൽ ബാരിയേഴ്സ് എന്നുള്ളത് പറഞ്ഞു, അതായത് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ, അവർ രണ്ടുപേരുടെയും സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അവരുടെ പേഴ്സണൽ തിങ്സ്, ഇതൊക്കെ കാരണത്താൽ എന്താവും, അവിടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് നടക്കാതിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ദെൻ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.